വരെ നമ്മളിന്ന് ചെറുതേനീച്ച കോളനിയിൽ നിന്ന് തേനെടുക്കാൻ പോവാണ്. തേനെടുത്ത് ഈച്ചകളും റാണിമുട്ടയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കൂടിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 കൂടാക്കുകയും വേണം. ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന ഇന്നത്തെ ചെറുതേനീച്ച കോളനി. തേനെടുക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള വസ്തുക്കൾ, ഇത് നമ്മൾ മുഖത്തെ ഈച്ചകൾ വന്ന് ശല്യം ചെയ്യാതിരിക്കാനുള്ള നെറ്റ്, അതുപോലെ നമ്മുടെ സോൾജിയസ് ആയിട്ടുള്ള ഈച്ചകളെ നമ്മൾ ആദ്യം കുപ്പിയിലാക്കി വെക്കണം. അതിനാവശ്യമായിട്ടുള്ള ബോട്ടിൽ. ഇപ്പോഴും നമുക്ക് ചെറിയ വൃത്തിയുള്ള ഈർക്കിളുകൾ ആവശ്യമായിട്ട് വരും. അതൊക്കെ നേരത്തെ റെഡിയാക്കിയിട്ടുണ്ട്. കത്തി, ഇനി ഈച്ചകൾ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബോക്സ്, തേനെടുക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല വൃത്തിയുള്ള സ്റ്റീൽ പാത്രം, സ്പൂണ്, ഇനി നമുക്ക് തുടക്കാൻ ആവശ്യമായിട്ടുള്ള കോട്ടൻ്റെ തുണി, ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം പെട്ടി തുറക്കുന്നതിൻ്റെ മുമ്പ് ഇതിലുള്ള ഈച്ചകളൊക്കെ, അക്രമകാരികളായിട്ടുള്ള ഈച്ചകളൊക്കെ നമ്മളൊരു ബോട്ടിലേക്ക് മാറ്റുകയാണ്. ഈ ബോട്ടിലേക്ക് ഇങ്ങനെ ഈച്ചകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ കാവൽക്കാരായിട്ടുള്ള ഈച്ചകളൊക്കെ ഇതിലേക്ക് വരും. ഇതിലാ വന്നുകൊണ്ടിരിക്കുക. ഇവരാണ് ഈ കൂടിൻ്റെ കാവൽക്കാരായിട്ടുള്ള ഈച്ചകൾ. അവരൊക്കെ ആദ്യം നമ്മളൊരു ബോട്ടിലേക്ക് മാറ്റുകയാണ്. തുറക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ കോളനി. പുറത്തുണ്ടായിരുന്ന കവറുകളൊക്കെ മാറ്റി ഇനി പതുക്കെ നമ്മൾ അടർത്തിയെടുക്കുകയാണ്. കൂടിനെ അവർ നന്നായിട്ട് ഗം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉൾവശം കാണിച്ചെടുത്തു. ഇതാണ് നമ്മുടെ കോളനി. ഇതിൽ തേനും മുട്ടയും ഒക്കെയാണ് ഇതിൽ കാണുന്നത്. ഇവിടെ ഈ കാണുന്ന പൂടി വിരിയാറകൾ, പഴയ കാണുന്നത് പുതിയ മുട്ടകൾ. പിന്നെ റാണി നഷ്ടപ്പെടാത്ത രൂപത്തിൽ നമുക്ക് ഈ കൂടിനെ സ്പ്ലിറ്റ് ചെയ്യണം. ആവശ്യം നല്ല മുട്ട ക്ലസ്റ്ററുള്ള കൂടാണ്. നമുക്ക് ഈ സെല്ല് കാണുകയാണെങ്കിൽ ഈ കൂടിനെ 2 കെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൽ നിന്ന് എടുക്കുകയാണ്. നമ്മൾ റാണി പെടാത്ത രൂപത്തിൽ പരമാവധി സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ ചെയ്യാൻ. റാണി ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. ഈ രീതിയിൽ നമ്മളിങ്ങനെ എടുത്ത് വെച്ച് ചെറിയ രീതിയിൽ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ തേൻ നമുക്ക് എടുക്കാൻ കഴിയും. അത്യാവശ്യം കൂടുതൽ മുട്ടകളുണ്ട് ഇതിൽ. ഇവിടെ മുട്ടുണ്ട്, ഇവിടെ പുതിയ മുട്ടകളുണ്ട്. റാണിയെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. റാണി ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ റാണി മുട്ടകൾ, ഇടയ്ക്കൊരു റാണി മുട്ട കണ്ടിരുന്നു. നമ്മൾ അതിനെ ഇതിലേക്കും കൂടി മാറ്റി വെച്ചുകൊണ്ട് ഈ 2 കൂടാക്കി വെക്കുകയാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ ആദ്യം മുട്ട അടുപ്പിലേക്ക് ഇട്ടിട്ട് വെക്കും. പിന്നെ കുറച്ച് പൂമ്പൊടിയും തേനും കൂടിയും വെച്ച് നമ്മൾ ഈ കൂടിനെ 2 മാറ്റുകയാണ് ചെയ്യുന്നത്. പുതുതായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെക്കാൻ ഉദ്ദേശിക്കുന്ന കൂട്ടിലേക്ക് അത്യാവശ്യം മുട്ടയും അല്പം തേനും പൂമ്പൊടിയും നമ്മൾ വെച്ച് കഴിഞ്ഞു. പഴയ കൂട്, അതിൽ അത്യാവശ്യം തേന്, ഒരു മുട്ടയുടെ ഭാഗത്തുള്ള തേനുകളും നമ്മൾ എടുത്തിട്ടില്ല. അത്യാവശ്യം നന്നായിട്ട് തേന് കുറച്ചതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. തേനും പൂമ്പൊടിയും ഉണ്ട്. അതൊരു കൂടായിട്ടും ഇതൊരു കൂടായിട്ട് 2 കൂടും നമ്മൾ ഇനി ഒരേ സ്ഥലത്ത് തന്നെ അവർക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കുപ്പിയിലാക്കി വെച്ച സോൾജിയസ് ആയിട്ടുള്ള ഈച്ചകൾ നമ്മുടെ ഈ തുണിക്കുള്ളിൽ മൂടി വെച്ചതായിരുന്നു. അവരൊക്കെ ഇതിലുണ്ട്. ഇതാണ്, അവരൊക്കെ റെഡിയാണ്.
ഇനി നമ്മൾ അവരെ തുറന്നു വിടുകയാണ് ചെയ്യുന്നത്. തുറന്നു വിടുന്ന സമയത്ത് അവരെല്ലാം പറന്നു പോയി അവരുടെ കൂടുകളിലേക്ക് തന്നെ തിരിച്ചു പോകും. ഇതാണ് അവരുടെ ഓപ്പൺ ചെയ്ത് വിടുകയാണ്. അവരൊക്കെ പറന്നു പോകാൻ തുടങ്ങി. നമ്മളൊന്നുകൂടി വേഗത്തിൽ പറന്നു പോകണമെങ്കിൽ നമ്മുടെ ഈ ലൈറ്റിൽ കാണുന്ന ഭാഗമൊക്കെ അടച്ചു പിടിച്ചാലേ അവർ വേഗത്തിൽ ഓപ്പൺ ഭാഗത്തിലൂടെ വേഗം ലൈറ്റ് കാണുന്ന ഭാഗത്തൂടെ വേഗം വന്ന് പുറത്തേക്ക് പോകും. അവരൊക്കെ പോയി അവരുടെ കൂട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും. മതി. നമ്മളെ 2 കൂടുകളും ഇതാണ് പഴയ കൂട്. പഴയ കൂട് ഇരുന്നിരുന്ന സ്ഥലത്താണ് നമ്മൾ പുതിയ കൂട് വെച്ചിട്ടുള്ളത്. 2ലേക്കും ഈച്ചകൾ കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു കോളനിയെ സ്പ്ലിറ്റ് ചെയ്ത് 2 കോളനിയാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമുക്കതിൽ നിന്ന് കിട്ടിയ തേൻ. ഇത്രയും തേനാണ് നമുക്കതിൽ നിന്ന് കിട്ടിയത്.